ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ സിപിഎമ്മും സർക്കാരും കുടുക്കി കാരാഗൃഹത്തിൽ അടച്ചതിന് പിന്നിൽ അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? രാഷ്ട്രീയ കേരളം കുറച്ചു ദിവസമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചിലർ ഇക്കാര്യം രഹസ്യമായി പറയുന്നുണ്ടെന്നും അറിയുന്നു. ബി.ജെ.പി. കേരള ഘടകത്തിലെ ഗ്രൂപ്പ് യുദ്ധം അതിര് കടക്കുന്നതായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇതിനകം നൂറുകണക്കിന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ചിത്തിരാട്ട വിശേഷത്തിന് സന്നിധാനത്തുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മണ്ഡലകാലത്ത് ദർശനത്തിനെത്തിയ കെ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സുപ്രീം കോടതി വിധിക്കെതിരെ സംസാരിക്കുകയും ശബരിമലയിലെ അക്രമങ്ങൾ ബി.ജെ.പി. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് യുവമോർച്ച യോഗത്തിൽ പറയുകയും ചെയ്ത ശ്രീധരൻപിള്ളയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും സർക്കാർ പിന്നീട് മെല്ലെപ്പോക്ക് തുടർന്നതാണ് പലരിലും സംശയം ജനിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷം അറസ്റ്റ് ചെയ്ത സുരേന്ദ്രനെതിരെ ഒന്നിനെതിരെ തുരുതുരാ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു. റാന്നി താലൂക്കിൽ സുരേന്ദ്രന് 2 മാസത്തേക്ക് പ്രവേശനാനുമതി കോടതി വിലക്കിയതിനാൽ സാധാരണഗതിയിൽ വിട്ടയക്കേണ്ടതാണ്. എന്നാൽ പിന്നാലെ പഴയ കേസുകളും പുതിയ കേസുകളും വന്നു. ചിത്തിരാട്ട വിശേഷ ദിവസം ലളിതയെ സന്നിധാനത്ത് ആക്രമിച്ചതിന്റെ ഗൂഢാലോചനയും സുരേന്ദ്രന്റെ തലയിലായി. ഇന്ന് 5 കൊല്ലം മുമ്പ് ട്രെയിൻ തടഞ്ഞ കേസും കുത്തിപ്പൊക്കി. അപ്പോഴും ശ്രീധരൻപിള്ളയ്ക്കെതിരായ കേസ് എങ്ങുമെത്തിയില്ല. സുരേന്ദ്രൻ അഴിക്കുള്ളിലായി ഒരാഴ്ച കഴിഞ്ഞാണ് ശ്രീധരൻപിള്ള കാണാൻ പോയത്. 2 ദിവസം കഴിഞ്ഞാണ് നേതാക്കൾ പ്രതികരിച്ചത് പോലും. വി മുരളീധരനൊപ്പം നിൽക്കുന്ന സുരേന്ദ്രനെ ഇല്ലാതാക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ നീക്കം നടക്കുന്നുണ്ടെന്ന് വിമർശനമുണ്ട്. സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ തീരുമാനിച്ചതാണ്. RSSന്റെ എതിർപ്പ് കാരണം സമവായം എന്ന നിലയിൽ പിള്ളയ്ക്ക് നറുക്കു വീഴുകയായിരുന്നു. NSSുമായുള്ള ബന്ധവും പിള്ളയ്ച്ചന് തുണയായി. ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ 2 തവണ മത്സരിച്ചപ്പോഴും സുരേന്ദ്രനും മുരളീധരനും തിരിഞ്ഞു നോക്കിയില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ വിമർശനങ്ങൾക്ക് ശേഷമാണ് വി മുരളീധരൻ ചെങ്ങന്നൂരിൽ പ്രചരണത്തിന് പോയത്. ശ്രീധരൻപിള്ള പ്രസിഡന്റായ ശേഷമുള്ള സ്വീകരണത്തിന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും പങ്കെടുത്തുമില്ല. സിപിഎമ്മുമായി ഏറെ അടുപ്പമുള്ള ആളാണ് താനെന്ന് ശ്രീധരൻപിള്ള തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ചില സിപിഎം നേതാക്കൾ തന്നോട് രഹസ്യമായി നിയമോപദേശം തേടിയെന്നും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ചില സിപിഎം നേതാക്കൾ തന്നോട് രഹസ്യമായി നിയമോപദേശം തേടിയെന്നും നിയമസഭയിൽ സ്പീക്കറുടെ കസേര മറിച്ചിട്ടതടക്കമുള്ള കേസുകളിൽ സിപിഎം MLA-മാർക്ക് നിയമോപദേശം കൊടുത്തത് താനാണെന്നും അടുത്തിടെ ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി. KSU പ്രവർത്തകനെ കുത്തിയ കേസിൽ പ്രതികളായ SFI-ക്കാർക്ക് പരീക്ഷ എഴുതാനാകാത്ത സ്ഥിതി വന്നപ്പോൾ ആ അനുജന്മാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും പരീക്ഷ എഴുതാൻ അനുമതി നേടിയെടുക്കുകയും ചെയ്തത് താനാണെന്നും പിള്ള പറഞ്ഞിരുന്നു. ഇതിൽ നിന്നെല്ലാം പിള്ളയുടെ സിപിഎം നേതാക്കളുമായുള്ള ബന്ധം വ്യക്തമാണ്. ആ ബന്ധം ഉപയോഗിച്ച് തനിക്കെതിരായ കേസ് ആവിയാക്കാനും സുരേന്ദ്രനെതിരായ കേസുകൾ കൂടുതൽ സങ്കീർണമാക്കാനും പിള്ള ശ്രമിക്കുന്നെന്ന ആരോപണം ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉന്നയിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് താമസിക്കാതെ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.